അംബികയെ ഭീഷ്മർ അവളുടെ സമ്മതമില്ലാതെ വിവാഹത്തിനായി തട്ടിക്കൊണ്ട് പോന്നു. കൂടെ അവളുടെ സഹോദരിമാരെയും. എന്നാൽ അവളുടെ സഹോദരിമാരാകുന്ന അംബിക അംബാലികമാർ ഹസ്തിനാപുരിയുടെ വധുക്കളായി മാറി. എന്നാൽ അംബ തന്റെ പ്രണയം നഷ്ടപ്പെട്ടത് ഓർത്തുകൊണ്ട് ദുഃഖിച്ച് വിലപിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഭാർഗവരാമനും ഭീഷ്മരും തമ്മിലുള്ള യുദ്ധം വരെ അവൾ മൂലം നടന്നു. ഭീഷ്മവധമാകുന്നു അവളുടെ ലക്ഷ്യം. അവളുടെ ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാനായി അവൾ കൊടും തപസ്സിൽ ഏർപ്പെട്ടു. അങ്ങനെ മഹാദേവന്റെ അനുഗ്രഹത്താൽ, മഹാദേവന്റെ ദർശനത്താൽ അവളുടെ ആഗ്രഹ പൂർത്തീകരണം സാധ്യമാകുമെന്ന വരം ലഭിച്ചു. അതിനായി അവൾ അടുത്ത ജന്മത്തിനായി കാത്തിരുന്നു. അതായത് ശിഖണ്ഡിയുടെ ജന്മത്തിനായി കാത്തിരുന്നു. അങ്ങനെ ദ്രുപദ രാജാവിന്റെ ഇഷ്ടപത്നി അവർക്ക് സന്താനഭാഗ്യം ഇല്ലാതിരുന്ന കാലത്ത് അവളൊന്ന് പ്രസവിച്ച് കാണുവാൻ ദ്രുപദ രാജാവ് മഹേശനെ പ്രസാദിപ്പിച്ചു. അതായത് മഹാദേവനെ പ്രസാദിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന ഉദ്ദേശം, അതായത് ഒരു സന്താനലബ്ധി എന്ന ഉദ്ദേശം, അത് ഭീഷ്മരോടുള്ള വൈരാഗ്യം തീർക്കുവാനും ഭീഷ്മവധം ലക്ഷ്യമാക്കിയും ആയിരുന്നു. ശിവഭഗവാന്റെ മുൻപിൽ അങ്ങനെ ആ ദ്രുപദൻ തപസ് ചെയ്തു. ശിവൻ അദ്ദേഹത്തിന്റെ മുൻപിൽ പ്രത്യക്ഷനായി. ദ്രുപദൻ പറഞ്ഞു, ഭഗവാനെ, ഭീഷ്മവധത്തിനായി ഒരു പുത്രനെ നമുക്ക് വേണം. അത് നാം ഇച്ഛിക്കുന്നു. കന്യകയാകാതെ പുത്രൻ തന്നെ ഉണ്ടാകണമേ. ദ്രുപദന്റെ അപേക്ഷ കേട്ടുകൊണ്ട് മഹേശ്വൻ പറഞ്ഞു, മഹാരാജാവേ, നിനക്കൊരു സ്ത്രീപുമാൻ ഉണ്ടാകും. ഭവാൻ പോയാലും ഞാൻ പറഞ്ഞത് മറിച്ചു വരികയില്ല. ഇത് കേട്ടുകൊണ്ട് രാജാവ് ദുഃഖിതനായി നഗരത്തിലേക്ക് മടങ്ങി. അന്തപുരത്തിൽ കടന്ന് തന്റെ ഭാര്യയോട് ഇക്കാര്യം പറഞ്ഞു. താൻ നന്നെ പ്രയത്നിച്ച് മഹാദേവനെ പ്രത്യക്ഷനാക്കി. മഹാദേവൻ എന്നോട് പറഞ്ഞത് കന്യകയായ ഒരു പുരുഷൻ എനിക്കുണ്ടാകുമെന്ന് ആകുന്നു. ഞാൻ ഈ അനുഗ്രഹം കേട്ടപ്പോൾ വീണ്ടും വീണ്ടും ചോദിച്ചു. അപ്പോൾ ആ മഹേശ്വരൻ പറഞ്ഞു, ഇത് യോഗമാകുന്നു, ഇതെന്റെ വിധിയാകുന്നു, വരുവാനുള്ളത് മറിച്ച് വരികയില്ല എന്ന്. മനസ്വിനിയായ രാജ്ഞി പിന്നെ ശ്രദ്ധയോടുകൂടി ഋതുകാലത്ത് ദ്രുപദ രാജാവിനോട് ചേർന്നു. വിധി കണ്ട ധർമ്മപ്രകാരം നാരദൻ പറഞ്ഞ വിധത്തിൽ അവൾ ഗർഭം ധരിച്ചു. പുത്രനുണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി രാജാവ് സൽക്കർമ്മങ്ങൾ ചെയ്തു. ദ്രുപദൻ ഭാര്യയെ സരോചിതം പരിചരിച്ചു. അവൾ മോഹിച്ച ശുഭകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു. രാജ്ഞി യഥാകാലത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. പുത്രനെ ആഗ്രഹിച്ച് പുത്രിയുണ്ടായപ്പോൾ ആ വൃത്താന്തം സഭാവാസികളോടും ജനങ്ങളോടും പുത്രൻ ജനിച്ചു രാജാവിനെന്നുള്ള വിളംബരം ചെയ്തു. ദ്രുപദൻ പിന്നെ ആ കാര്യം ഗോപ്യമായി, അതായത് രഹസ്യമായി തന്നെ സൂക്ഷിച്ചു വെച്ചു, പുത്രി എന്നുള്ള വിവരം. ഈ രഹസ്യം ദ്രുപദ രാജാവിന്റെ പത്നിയും പുറത്തുവിടാതെ സൂക്ഷിച്ചു. പ്രയത്നങ്ങൾ ചെയ്തു പുത്രനാണെന്ന് തന്നെ എല്ലാവരെയും ധരിപ്പിച്ചു.